Hello, in this section we are discussing about earthquake. First of all, what is an earthquake? Earthquake is any sudden shaking of the ground caused by the passage of seismic waves through earth's rocks. Or it can be called as a vibration of earth caused by the ruptures and sudden movements of rocks. Earthquakes are movements within the earth caused by natural or man-made stresses. Earthquake is a form of energy of wave motion transmitted through the surface layer of the earth. Earthquake has also been defined as a shock or series of shocks due to sudden movement of crustal rocks. Or it can be called it is a vibration of earth initiated by a sudden shock. എന്താണ് ഒരു ഭൂമികുലുക്കം അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത്? എർത്തിനകത്തുള്ള റോക്ക് പാർട്ടിക്കിൾസിന്റെ ഒരു വൈബ്രേഷനെയാണ് എർത്ത് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് എന്തെങ്കിലും ഒരു സഡൻ ഷോക്ക് സംഭവിക്കുമ്പോഴാണ്. ഒരു ഷേക്കിംഗ് ഓഫ് ഗ്രൗണ്ടിനെയാണ് ഒരു സീസ്മിക് വേവ്സ്, അതായത് ഒരു വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സഡൻ ഷോക്ക് ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയെ സീസ്മിക് വേവ്സ് എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള എനർജി കൊണ്ട് ഗ്രൗണ്ട് ഷേക്ക് ചെയ്യുന്ന അവസ്ഥയാണ് എർത്ത് എന്ന് വിളിക്കുന്നത്. Let us look upon some of the important terms related to earthquake. First, seismology. Seismology is the study of earthquake and seismic waves that move through and around the earth. A seismologist is a scientist who studies earthquakes and seismic waves. Seismology. ഭൂമികുലുക്കത്തിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിനെയാണ് സിസ്മോളജി എന്ന് പറയുന്നത്. അത് പഠിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന ശാസ്ത്രജ്ഞനെ വിളിക്കുന്ന പേരാണ് സിസ്മോളജിസ്റ്റ്. Seismograph. A seismograph or seismometer is an instrument used to detect and record earthquakes. എർത്ത് നിന്ന് വരുന്ന വേവ്സ്, സീസ്മിക് വേവ്സിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സിസ്മോഗ്രാഫ് അല്ലെങ്കിൽ സിസ്മോമീറ്റർ. സിസ്മോഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ ഗ്രാഫായിട്ട് അത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ശരിക്കും ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സിസ്മോഗ്രാഫ്. Seismogram. A seismogram is a record written or graph drawn by a seismograph in response to ground motions produced by an earthquake explosion or other ground motion sources. ഒരു ഭൂമികുലുക്കം ഉണ്ടാകുമ്പോഴോ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുമ്പോഴോ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന, അതായത് സീസ്മിക് വേവ്സിന്റെ ചലനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സിസ്മോഗ്രാഫ്. Seismic waves. Seismic waves are the waves of energy caused by the sudden breaking of a rock within the earth or an explosion. They are the energy that travels through the earth and is recorded on a seismograph. ഒരു ഭൂമികുലുക്കം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഭൂമിക്കകത്തുള്ള റോക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ റിലീസ് ചെയ്യുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് സീസ്മിക് വേവ്സ് എന്ന്. ഈ സീസ്മിക് വേവ്സിന്റെ പ്രത്യേകത അത് എർത്തിനകത്തൂടെ അതിന് ട്രാവൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എർത്തിന് പുറത്തൂടെ അതിന് ട്രാവൽ ചെയ്യാൻ പറ്റുകയും അത് സീസ്മോഗ്രാഫിൽ റെക്കോർഡഡ് ആവുകയും ചെയ്യും. ദിസ് ഈസ് എ സീസ്മോഗ്രാഫ് ആൻഡ് ദീസ് റെക്കോർഡിംഗ്സ് ആർ നോൺ ആസ് സീസ്മോഗ്രാം. Then certain terms related to earthquake. First of all, the focus. The focus is the place inside the earth crust where an earthquake originates. It is also known as hypocenter. ഭൂമിക്കകത്ത് എവിടെയാണോ ഒരു എർത്ത് ഉത്ഭവിക്കുന്നത് ആ ഒരു സ്ഥലത്തിനെ പറയുന്ന പേരാണ് ഫോക്കസ്. അതിന് മറ്റൊരു പേരാണ് ഹൈപ്പോസെന്റർ. എപ്പിസെന്റർ. The point on the Earth's surface directly above the focus is the epicenter, and this point is expressed by its geographic coordinates in terms of latitude and longitude. ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോസെന്ററിന് മുകളിലായി പ്രതലത്തിൽ കാണുന്ന പോയിന്റിനെയാണ് എപ്പിസെന്റർ എന്ന് വിളിക്കുന്നത്. എപ്പിസെന്റർ എക്സ്പ്രസ് ചെയ്യുന്നത്, അതിന്റെ ലൊക്കേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിച്ചാണ്. Then seismic vertex. The line joining focus and epicenter is called seismic vertex. എപ്പിസെന്ററിനെയും ഹൈപ്പോസെന്റർ അല്ലെങ്കിൽ ഫോക്കസിനെയും കണക്ട് ചെയ്യുന്ന ആ ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് സീസ്മിക് വെർട്ടെക്സ്. Seismic area or seismic zone, a region in which the earthquake occur and influence is known as seismic area or seismic zone. ഒരു
ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ അതിന് ഇൻഫ്ലുവൻസ് വരുന്ന ഏരിയ ചിലപ്പോൾ ഇത്രയും ഭാഗമായിരിക്കാം, ചിലപ്പോൾ കുറച്ചുകൂടെ വലിയ ഭാഗമായിരിക്കാം. എത്ര ഏരിയയിലാണോ അതിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത് അതിന് വിളിക്കുന്ന പേരാണ് സീസ്മിക് ഏരിയ അല്ലെങ്കിൽ സീസ്മിക് സോൺ. Then isoseismal lines. It is a line connecting points on the Earth's surface along which the intensity due to an earthquake is same, and it is usually a closed curve around the epicenter. ഒരുപോലെ ഇൻറ്റൻസി ആയിട്ടുള്ള എർത്ത് ഉണ്ടാകുന്ന സ്ഥലങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഐസോസിസ്മൽ ലൈൻ. എർത്ത് ഉണ്ടാകുമ്പോൾ അതിനൊരു ഇൻറ്റൻസിറ്റി കാണും. അപ്പോൾ ഒരുപോലത്തെ ഇൻറ്റൻസിറ്റി ഉള്ള എർത്ത് ഉണ്ടായ സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഐസോസിസ്മൽ ലൈൻ. Earthquake waves. Seismic waves are the waves of energy caused by the sudden breaking of rock within the earth or an explosion. And they are the energy that travels through the earth and is recorded on seismograph. ഭൂമിക്കകത്തുള്ള റോക്ക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ റോക്ക് ബ്രേക്ക് ചെയ്യുന്നത് കാരണം റിലീസ് ചെയ്യുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് സിസ്മിക് വേവ് എന്ന് പറയുന്നത്. ഇത് ഭൂമിക്കകത്തൂടെ ട്രാവൽ ചെയ്യും, അത് സിസ്മോഗ്രാഫിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ദിസ് earthquake waves are divided into two, surface waves and body waves. Again, the surface waves is divided into two, Rayleigh wave and Love wave, and body waves is divided into two, primary waves and secondary waves. First of all, surface waves. Surface waves travel along the Earth's surface. Surface waves are of lower frequency than the body waves and are easily distinguished on a seismogram as a result. Though they arrive after body waves, it is the surface waves that are almost entirely possible for the damage and destruction associated with an earthquake. And surface waves are divided into two. They are the Love waves and Rayleigh waves. ഭൂമിക്ക് പുറത്തൂടെ സഞ്ചരിക്കുന്ന സിസ്മിക് വേവ്സുകളെയാണ് സർഫസ് വേവ്സ് എന്ന് വിളിക്കുന്നത്. സർഫസ് വേവ്സിന്റെ പ്രത്യേകത ബോഡി വേവ്സിനെക്കാട്ടും ഫ്രീക്വൻസി കുറവായിട്ടുള്ള, ഇന്റൻസിറ്റി കുറവായിട്ടുള്ള വേവ്സ് ആണ് സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിസ്മോഗ്രാഫിൽ റെക്കോർഡിങ്ങിൽ പെട്ടെന്ന് തന്നെ സർഫസ് വേവ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അത് ഫ്രീക്വൻസി കുറവാണ്. അതുകൊണ്ട് ആ ഫ്രീക്വൻസി കുറവ് വെച്ചിട്ട് അത് സർഫസ് വേവ് ആണെന്ന് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, ഇത് ബോഡി വേവ്സ് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഈ സർഫസ് വേവ്സ് ഉണ്ടാവുന്നത്. എന്നിരുന്നാലും ബോഡി വേവ്സിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് സർഫസ് വേവ്സ് ആണ്. കാരണം ഇത് ബോഡി വേവ്സ് ആണെങ്കിൽ ഭൂമിക്ക് അകത്തൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. സർഫസ് വേവ്സ് ഭൂമിയുടെ പുറത്തൂടെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വേവ് എന്ന് പറയുന്നത് സർഫസ് വേവ് ആണ്. സർഫസ് വേവിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ലവ് വേവ്സ് ആൻഡ് റേലേ വേവ്സ്. Love waves. The worst kind of surface wave is called a love wave, and it is named after the British mathematician A.E.H. Love, who worked out the mathematical model for this kind of wave in 1911. ആദ്യത്തെ ടൈപ്പ് ഓഫ് സർഫസ് വേവ് എന്ന് പറഞ്ഞാൽ ലവ് വേവ് ആണ്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനായ A.E.H. ലവ് ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു വേവ് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫാസ്റ്റസ്റ്റ് സർഫസ് വേവ് ആൻഡ് മൂവ്സ് ദ ഗ്രൗണ്ട് ഫ്രം സൈഡ് ടു സൈഡ്. സർഫസ് വേവ്സിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വേവ്സ് ആണ് ലവ് വേവ്സ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് സൈഡ് ടു സൈഡ് ആണ് ഇതിന്റെ മൂവ്മെന്റ്. ഈ ഒരു ഗ്രൗണ്ട് ഇതാണ്, ഇതിന്റെ സൈഡ് ടു സൈഡ് ഈ ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ സൈഡ് ടു സൈഡ് ആയിട്ടാണ് ഈ ഒരു വേവ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ട്രാൻസ്പോസ് വേവ്സ് ദാറ്റ് വൈബ്രേറ്റ് ദ ഗ്രൗണ്ട് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ദാറ്റ് ദ വേവ്സ് ആർ ട്രാവലിംഗ്. ഇത് ട്രാൻസ്പോസ് വേവ്സ് ആണ്. ഇതിന് ട്രാൻസ്പോസ് വേവ്സ് എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, അതായത് വേവ് മൂവ് ചെയ്യുന്നത് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത്തരത്തിലുള്ള വേവ്സ് മൂവ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞ വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത്തരത്തിലുള്ള വേവ്സിന്റെ മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ ആണ് അതിനെ ട്രാൻസ്പോസ് വേവ്സ് എന്നും അറിയപ്പെടുന്നത്. ദേ ആർ കമ്പാരിറ്റീവ്ലി നോൺ ഡിസ്ട്രക്റ്റീവ് വേവ്സ് ആൻഡ് ലവ് വേവ്സ് ക്യാൻ ഇഫക്റ്റ് ഓൺലി സർഫസ് വാട്ടർ. ഇത് കമ്പാരിറ്റീവ്ലി ഡിസ്ട്രക്ഷൻ കുറഞ്ഞൊരു ടൈപ്പ് വേവ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് വെള്ളത്തിനകത്തൂടെ കടന്നു പോകാൻ പറ്റത്തില്ല, ലിക്വിഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. പക്ഷെ സർഫസ് വാട്ടറിന് കുറച്ച് എഫക്ട്സ് ഉണ്ടാക്കാൻ ഈ ലവ് വേവ്സിന് സാധിക്കും. Then the Rayleigh wave. Rayleigh wave was named after John William Stuart Lord Rayleigh, who mathematically predicted the existence of this kind of wave in 1885.
റെയിലേ വേവ് അതിൻ്റെ പേര് വന്നത് രണ്ട് സയൻറ്റിസ്റ്റ്മാരായ ജോൺ വില്യം സ്റ്റോട്ട് അതുപോലെ തന്നെ ലോർഡ് റെയിലേയുടെ പേരിലാണ്. ഇവർ രണ്ടൊരു മാത്തമാറ്റീഷ്യൻസ് ആയിരുന്നു. അവർ ആണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അവരുടെ പേരിൽ ഈ വേവ്സ് അറിയപ്പെടുന്നത്. ആൻഡ് റെയിലേ വേവ് റോൾസ് അലോങ് ദ ഗ്രൗണ്ട് ജസ്റ്റ് ലൈക്ക് എ വേവ് റോൾസ് അക്രോസ് എ ലേക്ക് ഓർ ആൻ ഓഷൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രൗണ്ട് ഡ്രോൾ. റെയിലേ വേവ് മൂവ് ചെയ്യുന്നത് ഒരു സമുദ്രത്തിൽ അല്ലെങ്കിൽ ഒരു കടലിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു കായലിൽ അല്ലെങ്കിൽ ഒരു ലേക്കിൽ എങ്ങനെയാണോ ഓളങ്ങൾ മൂവ് ചെയ്യുന്നത്, വേവ്സ് ചെറിയ ചെറിയ വേവ്സ് മൂവ് ചെയ്യുന്നത്, അതുപോലെ സെയിം രീതിയിലാണ് റെയിലേ വേവ് ഗ്രൗണ്ടിൽ മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ സർക്കുലർ റോൾ ചെയ്താണ് ഇത്തരത്തിലുള്ള വേവ്സ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ground roll. Most of the shaking fell from an earthquake is due to Rayleigh wave. Because it rolls, it moves the ground up and down and side to side in the same direction that the wave is moving. ഒരു എർത്ത് ഉണ്ടാവുന്ന സമയത്ത് ഒരു ഷേക്കിംഗ് ഉണ്ടാവാറുണ്ട്. ആ അനുഭവം ഉണ്ടാക്കുന്ന വേവ്സ് ആണ് റെയിലേ വേവ്സ്. നേരത്തെ പറഞ്ഞു ഇതൊരു റോൾ ചെയ്താണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന്. ഇത് റോൾ ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ അത് ഗ്രൗണ്ടിന് അപ്പായിട്ടും ഡൗൺ ആയിട്ട്, ഇത് സപ്പോസ് ഇതാണ് ഗ്രൗണ്ട് എങ്കിൽ ഗ്രൗണ്ടിന് അപ്പായിട്ടും ഡൗൺ ആയിട്ടും അതുപോലെ സൈഡിലോട്ടും അത് റോൾ ചെയ്യാറുണ്ട്. മുകളിലോട്ടും താഴോട്ടും റോൾ ചെയ്യാറുണ്ട്, വശങ്ങളിലോട്ടും അത് റോൾ ചെയ്യാറുണ്ട്. സബ് കാറ്റഗറി ഓഫ് റെയിലേ വേവ് ഈസ് Stonley wave. It is a type of large amplitude Rayleigh wave that propagates along a solid fluid boundary. ആംപ്ലിറ്റ്യൂഡ്, ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഹൈറ്റ് ആണ്. അപ്പോൾ സ്റ്റോൺലി വേവ് എന്ന് പറഞ്ഞാൽ റെയിലേ വേയുടെ ഒരു ടൈപ്പാണ്. അതായത് ലാർജ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള നല്ല ഹൈറ്റ് ഉള്ള ഒരു ടൈപ്പ് റെയിലേ വേവ് ആണ് സ്റ്റോൺലി വേവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സോളിഡ് ഫ്ലൂയിഡ് ബൗണ്ടറി, സോളിഡ് ലിക്വിഡ് ബൗണ്ടറിയുടെ ആ ഒരു ഭാഗത്താണ്. ഈ ഒരു അതായത് ഒരു മാൻറ്റിൽ, ഒരു അപ്പർ മാൻറ്റിൽ ക്രസ്റ്റിൻ്റെയൊക്കെ ഭാഗത്താണ് ഈ ഒരു സ്റ്റോൺലി വേവ് മൂവ് ചെയ്യുന്നത്. Then body waves. Body waves are the waves traveling through the interior of the earth, and body waves arrive before the surface waves emitted by an earthquake, and they are mainly divided into two, and these waves are of higher frequency than the surface waves. The two divisions are the primary waves or P waves and secondary waves or S waves. ഭൂമിക്കകത്തുണ്ടാകുന്ന സീസ്മിക് വേവ്സിനാണ് ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ഒരു എർത്ത് ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ബോഡി വേവ്സ് ആണ്. ബോഡി വേവ്സ് ഉണ്ടായതിനു ശേഷമാണ് സർഫസ് വേവ്സ് ഉണ്ടാകുന്നത്. സർഫസ് വേവ്സിനെക്കാട്ടും ഫ്രീക്വൻസി കൂടിയ വേവ്സ് ആണ് ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ബോഡി വേവ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്രൈമറി വേവ്സ് ഓർ പി വേവ്സ് അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ് ഓർ എസ് വേവ്സ്. First, the primary waves or push-pull waves. The first kind of body wave is the P wave or primary wave. This is the fastest kind of seismic wave and consequently the first to arrive at a seismic station. ബോഡി വേവ്സിലെ ഏറ്റവും ആദ്യത്തത് പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ പുഷ് പുൾ വേവ്സ് അല്ലെങ്കിൽ പുഷ് വേവ്സ് അല്ലെങ്കിൽ പി വേവ്സ് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സീസ്മിക് വേവ് ആണ് പ്രൈമറി വേവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സീസ്മോഗ്രാഫിൽ ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് പ്രൈമറി വേവ്സിൻ്റെ ആയിരിക്കും. ദി പ്രൈമറി വേവ്സ് ക്യാൻ മൂവ് ത്രൂ സോളിഡ് ആസ് വെൽ ആസ് ഫ്ലൂയിഡ്സ് ലൈക്ക് വാട്ടർ ഓർ ലിക്വിഡ് ലെയേഴ്സ് ഓഫ് ദ എർത്ത്. പ്രൈമറി വേവ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സോളിഡ് ഒബ്ജക്ട്സിലും അതുപോലെ തന്നെ ലിക്വിഡ് ഒബ്ജക്ട്സിലും ഒരുപോലെ മൂവ് ചെയ്യാൻ സാധിക്കുന്ന വേവ്സ് ആണ് പ്രൈമറി വേവ്സ്. ദീസ് ആർ ഓൾസോ നോൺ ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ കംപ്രഷണൽ വേവ്സ് ബിക്കോസ് ഓഫ് ദ പുഷിംഗ് ആൻഡ് പുള്ളിംഗ് ദേ ഡു. പ്രൈമറി വേവ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നും കംപ്രഷണൽ വേവ്സ് എന്നും അറിയപ്പെടാറുണ്ട്. കാരണം അത് പോകുന്ന വഴിയിലെല്ലാം പുഷ് ചെയ്തും പുള്ള് ചെയ്തുമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ കംപ്രഷണൽ വേവ്സ് എന്നും പറയാറുണ്ട്. It pushes and pulls the rock it moves through just like the sound waves push and pull the air. എങ്ങനെയാണോ ഒരു സൗണ്ട് വേവ് എയറിലുള്ള പാർട്ടിക്കിൾസിനെ പുഷും പുള്ളും ചെയ്യുന്നത്, അതുപോലെ പ്രൈമറി വേവ്സ് എവിടെയാണോ ട്രാവൽ ചെയ്യുന്നത് ആ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിലെ റോക്സിനെ അത് പുഷും പുള്ളും ചെയ്യാറുണ്ട്. Then subjected to P wave, particles moves in the same direction the wave is moving in, which is the direction the energy is traveling in and is sometimes called the direction of wave propagation. ഒരു പി വേവ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വേവിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതേ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പി വേവ് മൂവ് ചെയ്യുന്നത്. ഇതാണ് വേവിൻ്റെ ഡയറക്ഷൻ, അതേ ഡയറക്ഷനിൽ തന്നെയാണ് പി വേവ്സ് മൂവ് ചെയ്യുന്നത്.
and the speed of the P wave is 6.5 km per second. Secondary waves or shear waves. The second type of body waves is the S wave or secondary wave. Second type of body wave ആണ് S wave അല്ലെങ്കിൽ secondary wave. It can only move through the solid rock and not through any liquid medium. ഇതിൻ്റെ ഒരു പ്രത്യേകത P wave പോലെയല്ല. P waveന് ലിക്വിഡിലും സോളിഡിലും കൂടെ കടന്നു പോകാനുള്ള കഴിവുണ്ടെങ്കിൽ സെക്കൻഡറി വേവ് അല്ലെങ്കിൽ ഷിയർ വേവ് അല്ലെങ്കിൽ എസ് വേവിന് സോളിഡ് പാർട്ടിക്കിൾസിൽ കൂടെ മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. എസ് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. എസ് വേവ്സിന്റെ പ്രത്യേകത അത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അതായത് ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ഇതാണ്. അതിന് ട്രാൻസ്വേഴ്സ് ആയിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത്തരത്തിലുള്ള വേവ്സ് മൂവ് ചെയ്യുന്നത്. എസ് വേവ്സ് മൂവ് റോക്ക് പാർട്ടിക്കിൾസ് അപ്പ് ആൻഡ് ഡൗൺ ഓർ സൈഡ് ടു സൈഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ദാറ്റ് ദ വേവ് ഈസ് ട്രാവലിംഗ്. വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് ആയിട്ടോ ആണ് എസ് വേവ്സ് റോക്ക് പാർട്ടിക്കിൾസിൽ കൂടെ മൂവ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ഷിയർ വേവ്സ് ബിക്കോസ് ദേ ഡോണ്ട് ചേഞ്ച് ദ വോളിയം ഓഫ് ദ മെറ്റീരിയൽ ത്രൂ വിച്ച് ദേ പ്രൊപ്പഗേറ്റ് ബട്ട് ദേ ഷിയർ ഇറ്റ്. ഇതിനെ ഷിയർ വേവ്സ് എന്ന് അറിയപ്പെടാറുണ്ട്. കാരണം ഇത് ട്രാവൽ ചെയ്യുന്ന വസ്തുക്കളുടെ വോളിയത്തിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അതിനെ ഷിയർ ചെയ്ത് അതിനെ ടിയർ ചെയ്ത് എറിയുന്ന ഒരു സ്വഭാവം ഇതിനുള്ളത് കൊണ്ട് അതിനെ ഷിയർ വേവ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് എ സ്പീഡ് ഓഫ് 4.5 km per second and it is comparatively lesser velocity than that of the പ്രൈമറി വേവ്സ്. പ്രൈമറി വേവ്സിനെ അപേക്ഷിച്ച് വെലോസിറ്റി കുറഞ്ഞിട്ടുള്ള വേവ്സ് ആണ് സെക്കൻഡറി വേവ്സ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് 4.5 km per second. This is a diagram showing the direction of propagation of the four seismic waves based on the wave propagation. And first of all, the P wave moves in the same direction of the wave propagation. And S wave move perpendicular to the direction of wave propagation. Love wave, they move side to side but in a perpendicular direction to the wave propagation. And Rayleigh wave roll in the direction of propagation of wave direction. Wave directionന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതാണ് പി വേവ്സ് എന്ന് പറയുന്നത്. വേവ് പ്രൊപ്പഗേഷൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് എസ് വേവ്സ്. അത് സൈഡ് ടു സൈഡ് ആയിട്ടും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടും മൂവ് ചെയ്യാറുണ്ട്. ലവ് വേവ്സിന്റെ പ്രത്യേകത വേവ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ തന്നെയാണ്. അതും സൈഡ് വേവ്സ് ആയിട്ട് മൂവ് ചെയ്യാറുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടും മൂവ് ചെയ്യാറുണ്ട്. ഇനി റെയിലേ വേവ്സിന്റെ പ്രത്യേകത റോള് കണക്കാണ് അത് മൂവ് ചെയ്യുന്നത്. വേവ് പ്രൊപ്പഗേഷൻ്റെ തന്നെ അത് റോൾ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടും സൈഡ് ടു സൈഡ് ആയിട്ട് മൂവ് ചെയ്യാറുണ്ട്. ലവ് വേവ്സും റെയിലേ വേവ്സും എന്ന് പറയുന്നത് സർഫസിൽ കാണപ്പെടുന്ന വേവ്സും പി വേവ്സും എസ് വേവ്സും എന്ന് പറയുന്നത് ബോഡിക്കകത്തുള്ള വേവ്സുമാണ്. Shadow zone. Another term associated with the seismic waves is a shadow zone. The shadow zone is an area of Earth from angular distance of 140 degree to 140 degree from a given earthquake that does not receive any direct P waves. ഷാഡോ സോൺ എന്ന് പറയുന്നത് ഒരു എർത്ത് ഉണ്ടായി. ഇതാണ് എപ്പി സെൻറ്റർ. എർത്ത് ഉണ്ടായി. എർത്ത് എപ്പി സെൻറ്ററിൽ നിന്നും അല്ലെങ്കിൽ ഫോക്കസിൽ നിന്നും 104 മുതൽ 140 ഡിഗ്രി വരെ ഉള്ള ആംഗുലർ ഡിസ്റ്റൻസിൽ ഒരു വേവ്സും റെക്കോർഡ് ചെയ്യുന്നില്ല. അതായത് പി വേവ്സും റെക്കോർഡ് ചെയ്യുന്നില്ല. പി വേവ്സിൻ്റെ ഒരു പ്രത്യേകത, പി വേവ്സിന് ലിക്വിഡ് മീഡിയത്തിൽ കൂടെയും അതുപോലെ സോളിഡ് മീഡിയത്തിൽ കൂടെയും കടന്നു പോകാൻ സാധിക്കും. ഈ ഒരു ചിത്രം നിരീക്ഷിച്ച് ഇവിടെയാണെങ്കിൽ പി വേവ്സും എസ് വേവ്സും ഉണ്ട്. ഈ പി വേവ്സ് ലിക്വിഡ് മീഡിയത്തിൽ കൂടെ കടന്നുപോയി താഴെ എത്തുന്നുണ്ട്. പക്ഷേ എസ് വേവ്സ് എന്ന് പറയുന്നത്, എസ് വേവ്സ് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരുന്നത്. എസ് വേവ്സ് എന്ന് പറയുന്നത് ഇതുവരെ എത്തുന്നുള്ളൂ. ഈ 105 ഡിഗ്രി അല്ലെങ്കിൽ 104 ഡിഗ്രി വരെ എസ് വേവ്സ് എത്തുന്നുള്ളൂ. പി വേവ്സ് എന്ന് പറയുന്നത് ഇങ്ങറ്റം വരെ എത്തുന്നുണ്ട്. പക്ഷേ 104 ഡിഗ്രിക്കും 140 ഡിഗ്രിക്കും ഇടയിൽ പി വേവ്സിനെയും കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു ഏരിയയാണ് ഷാഡോ സോൺ എന്ന് പറയുന്നത്. ദ ആംഗുലർ ഏരിയ ഇൻ ബിറ്റ്വീൻ 104 to 140 degree from an epicenter of earthquake where the P waves do not receive is called a shadow zone. The shadow zone results from S waves being stopped entirely by the liquid core and P waves are being refracted by the liquid core. ഇത് പ്രധാന കാരണം ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ പി വേവ്സ് റിഫ്രാക്റ്റ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡയറക്റ്റ് ആയിട്ട് പി വേവ്സ് ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. അത്തരത്തിലുണ്ടാകുന്ന സോണിനെയാണ് ഷാഡോ സോൺ എന്ന് വിളിക്കുന്നത്. Then measuring the earthquake.
First of all, intensity. The intensity of an earthquake describes the severity of an earthquake in terms of its effects on the earth's surface and on humans and the structures, and it is measured in Mercalli scale and Drusi-Forel scale. എർത്ത് ഇൻറ്റൻസിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ടേംസ് ആണ് ഇൻറ്റൻസിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡും എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു എർത്ത് ക്വേക്കിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ്, എർത്ത് സർഫസിൽ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ്, അത് മനുഷ്യരെ എങ്ങനെയാണ് ബാധിച്ചത്, അത് ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിനെ എങ്ങനെയാണ് ബാധിച്ചത്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളെ എങ്ങനെയാണ് ബാധിച്ചത്, ഒരു പ്രദേശത്തെ ഫിസിക്കലായിട്ട് അത് എങ്ങനെയാണ് ബാധിച്ചതെന്ന് മനസ്സിലാക്കാനാണ് ഇൻറ്റൻസിറ്റി എന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. അത് മെഷർ ചെയ്യുന്ന സ്കെയിൽ മെർക്കാലി സ്കെയിലും റോസി-ഫോറൽ സ്കെയിലുമാണ്. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ഡ്യൂറിങ് ആൻ എർത്ത് ക്വേക്ക്. ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ എത്ര എനർജിയാണ് റിലീസ് ചെയ്തത്, അതിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്, അതിൻ്റെ റിലേറ്റീവ് സൈസ് എത്രയാണ് എന്നതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. And it is measured by Richter scale and moment magnitude scale. Mercalli intensity scale. It is a seismic scale that gives earthquake intensities in a level of 1 to 12 based essentially on its effect. The lowest intensity 1 will not be felt by people and 12 will cause total destruction of the area. എർത്ത് ഇൻറ്റൻസിറ്റി മെഷർ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് മെർക്കാലി ഇൻറ്റൻസിറ്റി സ്കെയിൽ. ഇപ്പോൾ മോഡിഫൈഡ് മെർക്കാലി സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്കെയിൽ റേഞ്ച് ചെയ്യുന്നത് 1 to 12 വരെയാണ്. ഇത് 1 എന്ന് പറയുന്നത് ആളുകൾക്ക് അറിയാൻ പറ്റത്തില്ല, 12 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. ഇതിനിടയിലുള്ള ഓരോ വാല്യൂ കൂടുന്തോറും ആ ഡിസ്ട്രക്ഷൻ്റെ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് എന്നതാണ് മെർക്കാലി ഇൻറ്റൻസിറ്റി സ്കെയിലിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Magnitude scale. Magnitude scale is based on the energy released during an earthquake. ഒരു ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ എത്രത്തോളം എനർജി റിലീസ് ആയി എന്നതിനെ വെച്ചിട്ടുള്ള സ്കെയിലാണ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ മെയിൻലി 2 types of magnitude scale, Richter magnitude scale and moment magnitude scale. Richter magnitude scale is called local magnitude scale and is expressed by the letter capital M. And it assigns a number to quantify the amount of seismic energy released by an earthquake. It is a base 10 logarithmic scale and the consecutive numbers indicate a tenfold increase in the amplitude of waves. Richter magnitude സ്കെയിലിനെ ലോക്കൽ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലെറ്ററായ ക്യാപിറ്റൽ എം ആണ്. ഇതൊരു 10 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ളൊരു ലോഗരിഥമിക് സ്കെയിലാണ്. ഒരു വാല്യൂ മാറുമ്പോൾ 10 ഇരട്ടിയോളം എനർജി റിലീസ് ആകുന്നു എന്നതാണ് അത് മീൻ ചെയ്യുന്നത്. In the second, moment magnitude, it is also called moment magnitude scale. It is also a quantitative measure of earthquake magnitude. The moment magnitude scale is the only scale capable of reliably measuring the magnitude of the largest and the most destructive earthquakes greater than magnitude 8. ഇന്ന് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും റിലയബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്കെയിലാണ് മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത്. 8ൽ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സ്കെയിലാണ് മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ. The first one is the Richter scale and second is the moment magnitude scale. The Richter scale 0 to 1 shows we cannot feel that earthquake, and in iron it is very rare and it can cause unbelievable damage. The maximum Richter magnitude recorded is 8 and it causes death and major destruction. For example, the destruction in San Francisco. Then about the moment magnitude scale, it shows the number of earthquakes occurring worldwide year and also the energy released during those earthquakes and where are these earthquakes occurred and the year of occurrence. Classification of earthquake. Earthquake can be classified on the basis of its occurrence or causative factors, based on its focus, based on the human casualties and based on the association. The classification based on the causative factors or occurrence. On the basis of occurrence, earthquakes are generally divided into 2 categories: natural earthquakes as well as artificial or man-made earthquakes. The natural earthquakes are the earthquakes caused by the natural process, that is due to endogenic forces. ഒക്കറൻസിന്റെ ബേസിൽ എർത്ത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നാച്ചുറൽ എർത്ത് എന്നും മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എർത്ത് എന്നും. നാച്ചുറൽ എർത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സിന്റെ അല്ലെങ്കിൽ എൻഡോജനിക് ഫോഴ്സസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന എർത്ത് ആണ് നാച്ചുറൽ എർത്ത്. ആൻഡ് ദർ അഗെയിൻ ഡിവൈഡഡ് ഇൻ 4 കാറ്റഗറി. വോൾക്കാനിക് എർത്ത്,
earthquakes produced by the stretch change in solid rock due to the ejection or withdrawal of magma are called volcanotectonic earthquake. The intensity and magnitude of this volcanic eruption influence the intensity and magnitude of the earthquake. For example, Etna volcanic eruption in 1968. വോൾക്കാനിക് ഇറപ്ഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന എർത്ത് വോൾക്കാനോടെക്ടോണിക് എർത്ത് എന്ന് പറയുന്നത്. വോൾക്കാനിക് ഇറപ്ഷന്റെ ഇന്റൻസിറ്റിക്കും മാഗ്നിറ്റ്യൂഡിനും അനുസരിച്ചായിരിക്കും ഒരു വോൾക്കാനിക് എർത്ത് ഇന്റൻസിറ്റിയും മാഗ്നിറ്റ്യൂഡും. Then tectonic earthquake. Earthquake caused due to the dislocation of rocks blocks due to plate movement or faulting activity are called tectonic earthquakes. They are very severe and disastrous. For example, Bhuj earthquake in 2001. ഫോൾട്ടിങ്ങിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ പ്ലേറ്റ് മൂവ്മെന്റ്സിന്റെ ഫലമായിട്ടോ ഉണ്ടാകുന്ന എർത്ത് ടെക്ടോണിക് എർത്ത് എന്ന് പറയുന്നത്. മറ്റെല്ലാ എർത്ത് അപേക്ഷിച്ച് ഏറ്റവും വലിയ സിവിയർ ആയിട്ടുള്ളതും വളരെ ഡിസാസ്റ്റർ ആയിട്ടുള്ളതുമായിട്ടുള്ള എർത്ത് ആണ് ടെക്ടോണിക് എർത്ത്. Then isostatic earthquake. First of all, what is an isostacy? It is a balance of the earth. എർത്തിന്റെ ഒരു ബാലൻസിനെ വിളിക്കുന്ന പേരാണ് ഐസോസ്റ്റെസി എന്ന് പറയുന്നത്. എർത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ, മൗണ്ടൻ, പ്ലെയിൻ, പ്ലേറ്റൂസ് ഒക്കെ. ഓടിൻ്റെ ഹൈറ്റും ഒക്കെ വ്യത്യാസമാണ്. ഒരു മൗണ്ടൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു വാലി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് നിർത്തുന്ന എർത്തിന്റെ ആ ഒരു കഴിവിനെ, ആ ഒരു ഫിനോമിനെ, ആ ഒരു സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഐസോസ്റ്റസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐസോസ്റ്റസി, ആ ബാലൻസിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കില്ല, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് സംഭവിക്കുമ്പോൾ അവിടെ ഒരു എർത്ത് റിസൾട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എർത്ത് ഐസോസ്റ്റാറ്റിക് എർത്ത് എന്ന് പറയുന്നത്. ഐസോസ്റ്റാറ്റിക് എർത്ത് are triggered due to sudden disturbances in isostastic balance at the regional level. Then the plutonic earthquake are the earthquakes having deep focus whose center lie at depth of 240 to 670 kilometer. ഭൂമിക്കടിയിലുള്ള ഫോക്കസ് 240 മുതൽ 670 കിലോമീറ്റർ വരെ ഡെപ്തിൽ കാണപ്പെടുന്നുവെങ്കിൽ അത്തരത്തിലുള്ള എർത്ത് വിളിക്കുന്ന പേരാണ് പ്ലൂട്ടോണിക് എർത്ത്. Then artificial or man-made earthquake, like the name implies itself, it is caused due to the anthropogenic activities such as underground explosions, mining, large reservoir, induced pressure, etc. For example, Quine earthquake of 1967. മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടുണ്ടായിട്ടുള്ള എർത്ത് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് എർത്ത് എന്ന് പറയുന്നത്. ബോംബ് ബ്ലാസ്റ്റോ, മൈനിങ് ആക്ടിവിറ്റിയോ, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് എക്സ്പ്ലോഷനോ, അല്ലെങ്കിൽ വലിയൊരു റിസർവോയർ അല്ലെങ്കിൽ ഡാമിനകത്ത് വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ പ്രഷർ കൊണ്ടുണ്ടാകുന്ന എർത്ത് എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ എർത്ത് ആണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ക്വൈന എർത്ത്. Then classification on the basis of focus. On the basis of focus, the earthquake is classified into 3. Shallow focus earthquake, where the focus is up to 50 km from the surface. Intermediate focus, where the focus is between 50 to 250 km from the surface. And deep focus earthquake, where the focus has a depth from 250 to 700 km from the earth surface. ഫോക്കസിന്റെ ബേസിൽ 3 രീതിയിലാണ് എർത്ത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഷാലോ ഫോക്കസ് സർഫസിൽ നിന്നും 50 കിലോമീറ്ററിനകത്താണ് അതിന്റെ ഫോക്കസ് എങ്കിൽ അത് ഷാലോ ഫോക്കസ് എർത്ത്. 50നും 250 കിലോമീറ്ററും ഡെപ്തിലാണ് അത് കാണപ്പെടുന്നതെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫോക്കസ് എർത്ത്. 250നും 700നും ഇടയിലാണ് അതിന്റെ ഫോക്കസ് എങ്കിൽ അത് ഡീപ് ഫോക്കസ് എർത്ത്. Classification on the basis of human casualties. This is not a classification based on geographical factors, rather it is a classification based on disaster management activities and based on the casualties. Earthquakes are classified into 3. Moderately hazardous earthquake, when the human death is below 50,000, it is called a moderately hazardous earthquake, and when the human casualties is between 51,000 and 1 lakh, it is called a highly hazardous earthquake. And when the human casualties are above 1 lakh, it is called a most hazardous earthquake. Example for moderately hazardous earthquake is Chile earthquake, and highly hazardous is Bhuj earthquake, and most hazardous earthquake is Kolkata earthquake of 1737. The final classification on the basis of association. Intraplate earthquake and interplate earthquake. Intraplate earthquake, the term intraplate earthquake refers to a variety of earthquake that occur within the interior of a tectonic plate, and interplate earthquake occurs at the boundary of a tectonic plate. ഒരു earthquake ഉണ്ടാകുന്നത് പ്ലേറ്റ്സിന് അകത്താണെങ്കിൽ അതിനെ ഇൻട്രാപ്ലേറ്റ് earthquake എന്നും, അതേസമയം പ്ലേറ്റിന്റെ ബൗണ്ടറിയിൽ ഉണ്ടാകുന്ന earthquakesനെ ഇന്റർപ്ലേറ്റ് earthquakes എന്നും വിളിക്കുന്നു. ഇൻട്രാപ്ലേറ്റ് earthquakeന് എക്സാമ്പിൾ 2001 ഇന്ത്യയിൽ ഉണ്ടായ ഭുജ് earthquakeും, ഇന്റർപ്ലേറ്റ് earthquakeന് എക്സാമ്പിൾ 1964 സദേൺ അലാസ്കയിൽ ഉണ്ടായ earthquakeുമാണ്.